കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളം ചേരുന്നതിൽ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം. CPM BJP ഡീലിന്റെ ഭാഗമെന്ന വാദം ഉയർത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പദ്ധതിയിൽ ചേരാനുള്ള സർക്കാർ നീക്കത്തെ ചോദ്യം ചെയ്തപ്പോൾ പദ്ധതിയെ എതിർക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഭരണമുന്നണിയിൽ പ്രതിസന്ധി നിലനിൽക്കെയാണ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിലും വിഷയത്തിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP CPM ഡീലിന്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി. KC വേണുഗോപാൽ ആരോപിച്ചു. പദ്ധതിയിൽ ചേരുന്നത് CPM BJP ഇടപാടിന്റെ ഭാഗമാണെന്നും ഗാന്ധിയെക്കുറിച്ചല്ല ഗോഡ്സെയെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള കൈക്കൂലിയാണ് കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ കേന്ദ്രത്തിന്റെ ഫണ്ടല്ലേ, കളയേണ്ടതില്ലല്ലോ എന്നും വർഗീയ അജണ്ടയുള്ള നിബന്ധന പാലിക്കാതിരുന്നാൽ മതിയെന്നാണ് VD സതീശൻ പറഞ്ഞത്. PM ശ്രീ വഴി നൽകുന്നത് നമ്മുടെ നികുതി പണമാണ്. അത് വാങ്ങുന്നതിൽ കുഴപ്പമില്ലെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. പക്ഷേ ഉപാധികളില്ലാതെ തരണം. LDFിലെ അനൈക്യം പ്രകടമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങുന്നതിന് പ്രതിപക്ഷം എതിരല്ല. മോദിയുടെ വീട്ടിൽ നിന്നല്ല കേന്ദ്ര ഫണ്ട് നൽകുന്നത്. ജനങ്ങളുടെ നികുതി പണമാണ്. പണം വാങ്ങുന്നതിനൊപ്പം അനാവശ്യമായി BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ലെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. PM ശ്രീ പദ്ധതി നടക്കില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനത്തെ സഖാക്കളെല്ലാം കൈയടിച്ചു. RSSനെതിരെ ധീരമായ പ്രഖ്യാപനം എന്നായിരുന്നു പറഞ്ഞത്. എന്നിട്ടിപ്പോൾ CPM ഫണ്ട് വാങ്ങാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ടു പോവുകയാണെന്ന് VD സതീശൻ പറഞ്ഞു. LDFിൽ ചർച്ച ചെയ്യുമെന്നാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ പദ്ധതിയെ ശക്തമായി എതിർക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിക്കുന്നു. ഏത് CPI എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്. ഈ നാണക്കേടും സഹിച്ച് CPI അവിടെ നിൽക്കണം. ഞങ്ങൾ ആരും അവരെ ക്ഷണിക്കുന്നൊന്നുമില്ല. നാണം സഹിച്ചും അവർ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. അതേസമയം PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എതിർത്തു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കം CPM BJP ഡീലിന്റെ ഭാഗമാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി CPM BJP ഡീലിന്റെ ഘടകങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് PM ശ്രീ പദ്ധതി. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. സിലബസിൽ സംഘ് പരിവാർ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കരുതെന്ന് വേണുഗോപാൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകനെതിരായ നോട്ടീസ് ED മറച്ചുവെച്ചതും CPM മറച്ചുവെച്ചതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാവ്ലിൻ കേസ് 40 തവണ മാറ്റിവെക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ ഒരു പരമ്പര തന്നെയുണ്ട്. സ്വന്തം പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് CPM മുന്നോട്ടു പോവുകയാണ്. കോൺഗ്രസ് പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. കർണാടകയിൽ 2021 പദ്ധതി നടപ്പിലാക്കുന്നത്. അന്ന് BJP സർക്കാരാണ് ഉണ്ടായിരുന്നത്.